ഈ ഫ്ലോറസ്റ്റ WPCയുടെ ഒരു ബെസ്റ്റ് എക്സിബിറ്റഡ് ഹോമാണിത്. ഫ്ലോറസ്റ്റ WPC വിത്ത് സ്റ്റീൽ ബാർ കോംബോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. കാരണം ഈർപ്പം വന്നാൽ തുരുമ്പ് വരരുത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ചെറിയ ലാഭം നോക്കി നമ്മൾ സേവ് ചെയ്താൽ ലോങ് റണ്ണിൽ നമുക്ക് നഷ്ടം ഉണ്ടാക്കും. തുരുമ്പിന്റെ പ്രശ്നവും വരത്തില്ല, ജനലിന്റെ ഈർപ്പത്തിന്റെ ഒരു പ്രശ്നം. ഈ ജനലിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. യാതൊരു വിഷയങ്ങളും ഇതിനുണ്ടാകുകയില്ല. ഉണ്ടായാൽ ഞങ്ങൾ ഫുള്ളി റെസ്പോൺസിബിൾ ആണ്. നമസ്കാരം. WPC കൊണ്ട് ഡോർസും വിൻഡോസും ഒക്കെ ചെയ്ത ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. 2800 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ബെഡ്റൂമോട് കൂടിയ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ എടത്വായിലാണ്. എടത്വ പള്ളിയുടെ സമീപത്താണ് ഈ വീട്. അപ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ WPC എന്താണ്, WPC കൊണ്ട് ചെയ്ത എന്തൊക്കെ പ്രയോജനങ്ങളാണ്, മറ്റു മെറ്റീരിയലെ അപേക്ഷിച്ച് WPCക്കുള്ള അഡ്വാൻറ്റേജ് എന്തെന്നൊക്കെ നമ്മൾ പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഡോർസ്, ഫ്രണ്ട് ഡോറ്, ഇൻസൈഡ് ഡോറ്, വിൻഡോസ്, അങ്ങനെയുള്ള എല്ലാ ജോയിനറി വർക്കുകളും ചെയ്തിരിക്കുന്നത് WPC കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിന്റെ കൺസ്ട്രക്ട് ചെയ്ത അതിന്റെ കൺസൾട്ടന്റ് ആണ്. സാറിന്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ജോർജ് കുട്ടി. ഞാനിവിടെ കുട്ടനാട്ടുകാരൻ തന്നെയാണ്. നമ്മൾ അതിന്റെ കൺസൾട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ വീടിന്റെ. നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത്, ഇതിനിപ്പോ നമ്മൾ WPCയുടെ ഡോർസും വിൻഡോസും ആണല്ലോ ഈ വീട്ടിൽ ചെയ്തിരിക്കണം മൊത്തത്തില്. അതെ. അതിലേക്ക് വരാനുള്ളൊരു കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, കുട്ടനാട്ടിലെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലത്ത് പ്രളയം, വെള്ളപ്പൊക്കം, കൂടെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പോകാനുള്ള കാരണം. അപ്പൊ ചോദിക്കും, നമുക്ക് മറ്റുള്ള മെറ്റീരിയലുകൾ ഇല്ലെന്ന് ചോദിക്കും. തീർച്ചയായിട്ടും മോയ്സ്ചർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമാണ് കുട്ടനാട്. പിന്നെ വർഷാവർഷങ്ങളിൽ ഉണ്ടാകുന്ന 1-2 പ്രാവശ്യം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം. അപ്പൊ അങ്ങനെ അതിനെ വെച്ചുകൊണ്ട് ഇതിന്റെ ഹൗസ് ഓണറായ ജോൺസൺ ഉരാമേലി കൃത്യമായിട്ട് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു ലോങ് റണ്ണിലേക്ക് പോകുന്ന ഒരു മെറ്റീരിയൽ വേണം നമുക്ക് ഉപയോഗിക്കാനെന്നുള്ള ഒരു വരികയും ഞങ്ങൾ അതിനെക്കുറിച്ച്, സ്റ്റീലിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇപ്പം സ്റ്റീലാണെങ്കിൽ പോലും പല കമ്പനികളുണ്ട് നമുക്കറിയാം. അത് ഉപയോഗിച്ച സ്ഥലങ്ങളിൽ വളരെ മോശമായ ഒരു റിസൾട്ടാണ് നമുക്കൊരു ആഫ്റ്റർ 4 or 5 years കിട്ടിയിരിക്കുന്നത്. അതായത് വെള്ളം കയറുന്ന സ്ഥലം മോയ്സ്ചർ ഉള്ളിടത്തോളം കാലം അതിന്റെ അടിപ്പടികളൊക്കെ തുരുമ്പിക്കുന്ന, അല്ലെങ്കിൽ ഹിഞ്ചസ് ഒക്കെ തുരുമ്പിക്കുന്ന ഒരു സംവിധാനം കാണുകയുണ്ടായി. പിന്നീടാണ് നമ്മൾ തടി എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് അവർക്ക് അഭിപ്രായമില്ലായിരുന്നു. കാര്യം ബന്ധുക്കളുടെ വീട് 1-2 പണിതതും പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തേക്ക് തടി പോലും പ്രളയം കഴിഞ്ഞിട്ട് പലയിടത്തും നശിച്ചു പോയിട്ടുണ്ട്, വെള്ളപ്പൊക്കത്ത് നശിച്ചു പോയിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു റീപ്ലേസ്മെന്റ് എന്നാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അപ്പോഴാണ് ഫ്ലോറസ്റ്റ എന്നുള്ളൊരു ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ട് പിടിച്ച കൂട്ടത്തിൽ ഒരുപാട് പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ് സംഭവം, ഒരു കമ്പനിയാണ് ഫ്ലോറസ്റ്റ എന്ന് മനസ്സിലാക്കി ഞങ്ങൾ അതിന്റെ പന്തളത്തുള്ള വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ പോവുകയും ചെയ്തു. അവിടെ പുള്ളിയുടെ ബ്രദറിലോ ഞാനും കൂടാണ് പോയത്. അപ്പം നമുക്കും അറിയത്തില്ല ഈ സാധനത്തിനെ കുറിച്ച്, കേട്ടിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഒരു സാമ്പിൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഒരു പീസ് കളക്ട് ചെയ്തുകൊണ്ട് വന്നു. 48 മണിക്കൂർ ഞാനത് കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കിയിട്ടു. അതായത് വെള്ളത്തിൽ മുക്കിയിടുന്നതിന് മുമ്പ് ഞാൻ തൂക്കി അതിന്റെ വെയിറ്റ് മാർക്ക് ചെയ്തു. 48 hours ഞാൻ മുക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ എടുത്തിട്ട് തൂക്കി നോക്കിയപ്പോൾ വെറും 5 milligrams ഡിഫറൻസാണ് കാണിച്ചത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അതിലേക്ക് ഞാൻ വന്നില്ല. ഈ മെറ്റീരിയൽ വാട്ടർ റെസിസ്റ്റന്റ് ആണ്, അബ്സോർവ് ചെയ്യില്ലെന്നും, ഫയർ റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിത് പരീക്ഷിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മുക്കിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മുമ്പേ പറഞ്ഞത് പ്രകാരം കുട്ടനാടാണ്, മോയ്സ്ചർ കണ്ടന്റ് ഒത്തിരി ഉള്ളതാണ്, വെള്ളം വലിക്കുകയോ ഇല്ലയോ എന്നുള്ളതാണ്. അത് കൂടാതെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തൊരു കാര്യം, ഒരു 5 കിലോയുടെ ഒരു ചുറ്റിക വെച്ചിട്ട് ഞാൻ ഇതിനെ ഹാമർ ചെയ്ത് നോക്കി, ചുറ്റിക അടിച്ചു നോക്കി. കാര്യം ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് വെള്ളത്തിൽ മുങ്ങി കടന്നിട്ട് പോലും. പക്ഷെ അപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിനൊരു ചെറിയ ഒരു 5 കിലോയുടെ ചുറ്റികയും പിന്നെ എൻ്റെ ഒരു ഫോഴ്സും കൂടെ കൊടുത്ത് അടിച്ചതാണ്. വളരെ മിനിമൽ ഒരു മാർക്കാണ് അതിലുണ്ടായത്. അത് പിന്നെ ഞാൻ പുള്ളിയുടെ കസിന് ഉണ്ട്, പുള്ളിക്കാരനായിരുന്നു ഇതിന്റെ, പുള്ളി ഇബ്രോഡ് ആയതുകൊണ്ട് കോർഡിനേറ്റ് ചെയ്തിരുന്നു. ഞാൻ പുള്ളിയെ അറിയിക്കുക, അവസാനം ഞങ്ങൾ അത് ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വീട് ഫുള്ള് ഫിനിഷ് ആയല്ലോ. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് WPC. നമ്മൾ തടിയെ പണിയുന്നത് പോലെ തന്നെ നമുക്ക് ആശാരിമാരെ വെച്ചുകൊണ്ട് പണിയുകയും ചെയ്യാം. അതായത് നമ്മൾ സാറിന് പറയും, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയുന്നത് WPC ആകുമ്പോൾ മൊത്തം സ്ക്രൂ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഇതിന്റെ ജോയിന്റ്സ് എല്ലാം ഇത് കഴിയുമ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വിടർന്ന് വരാൻ അല്ലെങ്കിൽ തിരിയാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പുച്ഛം, നമ്മളിപ്പോ ഇതെല്ലാം പുച്ഛം കയറ്റിയിട്ട് പണിതിരിക്കുന്നതാണ്. നമ്മുടെ ഈ ഡോറിന്റെ അല്ലെ ജനലിന്റെ ഒക്കെ കാണുന്ന പുച്ഛം കയറ്റി തടി പോലെ തന്നെ പുച്ഛം കയറ്റിയിട്ടാണ് അടിയും മേളുവശം എല്ലാം പണിതേക്കുന്നത്. അപ്പൊ അത് ആ ഒരു എക്സ്പീരിയൻസ് ആണ്.
പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന പലരും പറഞ്ഞു ഈ സ്ക്രൂസ് ഒന്നും ടൈറ്റ് ആവില്ല, അല്ലെങ്കിൽ ഇത് വെച്ചിരിക്കുന്ന ലോക്കുകൾ അല്ലെങ്കിൽ ഹിഞ്ചസ് ഒക്കെ ഇളകാൻ സാധ്യതയുണ്ട്. 1-2 പ്രാവശ്യം ഈ കാറ്റത്ത് കിടന്ന് അടിക്കുക. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. പുറകിലേക്ക് നിങ്ങൾക്ക് പോകും കാണാം, പാടമാണ് പുറകിലേക്ക്. എപ്പോഴും നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. പലപ്പോഴും ഒരു മറന്നു പോകുന്ന സമയത്ത് ഇത് പണിത് കഴിഞ്ഞിട്ടാണ് പണിയിട്ടുകൊണ്ടിരുന്ന സമയത്തും ഇത് വന്ന് അടിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ഒരു കുഴപ്പമില്ല. അപ്പം അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി, അതായത് സ്ക്രൂ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ വളരെ തടിയെ പോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അതിൻ്റെ ഇൻസുലേഷൻ പാർട്ട് നമ്മൾ തടി കൊണ്ട് ജനലോ അല്ലെങ്കിൽ കതവോ വെക്കുന്നത് പോലെ തന്നെ വെച്ച് പണിത് പോകാം. തടിയാണ് നമ്മൾ വിചാരിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ള, നമ്മളിപ്പം പലരും ചോദിക്കാറുണ്ട് ഇത് പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ തടിയെ പോലെ ഒരു ഫിനിഷ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പൊ ഇതറിയാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. ഇത് ഒരു ലുക്കില് ഇത് തടിയാണെന്നാണ് ഇവിടെ വന്നവരും പലരും ചോദിച്ചത് തടിയാണെന്നേ പറയുന്നു. അപ്പൊ ഇത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലിയാണ്. ഇത് നമ്മള് 2 ബേസ് കോട്ട് അടിച്ചു, 2 കോട്ട് പെയിന്റ് അടിച്ചു. പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇച്ചിരി കലാബോധമുള്ള ഒരാൾ വേണം, ഒരു പെയിന്റർ വേണം, വരച്ചെടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ തടിയുടെ ഡിസൈൻ വരയ്ക്കുകയാണ് ചെയ്തത്. അതൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്തത്. ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ PU ലാക്കർ അടിച്ചു, PU അടിച്ച് അതിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും പോളിഷ് ചെയ്തതുപോലുള്ള ഒരു എഫക്റ്റ് ആണ് നമുക്ക്, ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ പടികള് ഇത് കണക്കൊക്കെ നമ്മൾ അറിയാം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ആൾക്കാരോട് ചോദിച്ചാൽ, പക്ഷെ നമ്മൾ ലോക്കിംഗ് റെയിലെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ എടുക്കുമ്പോഴേ പലയിടത്തു നിന്ന് എടുക്കുമ്പോൾ അവരുടെ ഒരു കസ്റ്റമർ സപ്പോർട്ട് പലയിടത്തു നിന്നും കിട്ടാറില്ല. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ഇത് ഞാൻ മുമ്പ് നേരത്തെ പരാമർശിച്ചതുപോലെ ഫ്ലോറസ്റ്റാർ എന്ന് പറയുന്ന കമ്പനിയുടെ നന്ദനം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന പന്തളത്തുള്ള ഒരു സപ്ലയർ, അല്ലെങ്കിൽ അവർ തന്നെ ഫുൾ വർക്ക്ഷോപ്പ് അവരുടെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. ഇതിന്റെ ഒരു സെയിൽസ് മുതൽ ആഫ്റ്റർ സെയിൽ, അതായത് ഇൻസ്റ്റലേഷൻ മുതൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ലൊരു കോപ്പറേഷൻ. പുള്ളിക്കാരന് മിസ്റ്റർ സുരേഷ് ആണ് അതിന്റെ ഓണർ. പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ട് എല്ലാം ഫോളോ അപ്പ് ചെയ്യുമായിരുന്നു. ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടായിട്ടില്ല. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ, അതായത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പിന്നീടോ അല്ല മാറ്റി പറയാതെ തോന്നുന്നു. അതിനകത്ത് കൃത്യമായിട്ടുള്ള നിങ്ങൾ ഇതിന്റെ കറക്റ്റ് മെഷർമെന്റ് അവർക്ക് കൊടുത്തു, അവരത് ആക്ച്വലി നന്ദന ഇൻഡസ്ട്രീസ് വന്ന് മെഷർമെന്റ് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അവർ തന്നെ വന്ന് എടുത്തുകൊണ്ട് പോയി അവർ കൃത്യമായിട്ട് അത് ചെയ്തു. ബ്രിക്ക് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാണ് രണ്ടാമതാണ് സെറ്റ്. ഈ ഒരു കേസിലെ ബ്രിക്ക് വർക്ക് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലുണ്ടായ ചില കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞപ്പം അവർ തന്നെ വന്ന് മെഷർ ചെയ്തു. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലിയുടെ പോലും ഡിഫറൻസ് ഇല്ല ഞങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റി. വളരെ നല്ല സർവീസ് ആണ് നന്ദന ഇൻഡസ്ട്രി. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഓരോ ജോയിനറിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിന്റെ സപ്ലയർ നന്ദനം ഇൻഡസ്ട്രീസ് ആണ്. നന്ദനം ഇൻഡസ്ട്രീസിലെ മിസ്റ്റർ സുരേഷ് ആണ്. ഫ്ലോറസ്റ്റയുടെ മെയിൻ ഡിസ്ട്രിബ്യൂട്ടർ മിസ്റ്റർ റജിസാർ ആണ്. നമസ്കാരം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പൊ ഫ്രണ്ട് ഡോറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? WPC തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? ഇത് ഫുൾ ഓൺ WPC ആണ്. ഇതിപ്പോ ഇതിന്റെ കട്ടള വന്നിരിക്കുന്നത് 8 ഇഞ്ച് വീതിയിലുള്ള കട്ടളയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതെ, ഒരു ഡബിൾ ഡോറിംഗ് കോൺസെപ്റ്റ് ആണ്. ഡബിൾ ഡോറിംഗ് കോൺസെപ്റ്റില് നമ്മൾ ഇതിന്റെ ഡോർ തിക്നെസ് വെച്ചേക്കുന്നത് 36 mm. 1.5 ഇഞ്ച് കനത്തിലാണ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മള് അതിന് വേണ്ട എല്ലാ അക്സസറീസ് എല്ലാം സ്റ്റീലിന്റെ അക്സസറീസ് ആണ്. ഡബിൾ ഡോറിംഗ് കോൺസെപ്റ്റ് ആണ്. മദർ ആൻഡ് ചൈൽഡ് ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ. അതെ. ഇത് നമുക്ക് തടിയിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അതുപോലെ തന്നെ. ഇപ്പൊ ഇത് പെയിന്റിംഗ് കൂടെ കഴിഞ്ഞപ്പോഴത്തേന് ഒറിജിനലി ഒരു തേക്കൂട്ട് ഫിനിഷിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഈ ഡിസൈൻ കോൺസെപ്റ്റും ക്ലയന്റ് തന്നാണ്. ക്ലയന്റ് പറഞ്ഞ സെയിം ഡിസൈൻ കോൺസെപ്റ്റ് നമ്മൾ നമ്മുടെ കമ്പനിയിൽ CNC കട്ട് ചെയ്തിട്ട് ഡോറിങ്ങില് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു ഷീറ്റ് ആണ് അല്ലേ? ഷീറ്റല്ലേ ചെയ്യുന്നത്? ഷീറ്റില് നമ്മള് CNC കട്ടിംഗ് ആണ്. ഇതിന്റെ നമ്മള് മെയിൻ ഡിസൈൻ കോൺസെപ്റ്റ് അഡാപ്റ്റ് ചെയ്യാൻ CNC കട്ടിംഗ് ആണ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് കനത്തിൽ ചെയ്തെടുത്തു. നമ്മുടെ WPC ചെയ്തിരിക്കുന്ന ഒരു ഫ്രഞ്ച് വിൻഡോ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ് സാറേ? ഇതിന്റെ പ്രത്യേകത, ഇത് ഫ്ലോറസ്റ്റാർ WPCയിലാണ് ചെയ്തിരിക്കുന്നത്. അത് ക്ലയന്റ് തന്നെ ഒരുപാട് സ്റ്റഡി ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്തതാണ് ഫ്ലോറസ്റ്റാർ WPC. അതുപോലെ നന്ദന ഇൻഡസ്ട്രീസിനെ ഞങ്ങള് ഫ്ലോറസ്റ്റാറുടെ ഓതറൈസ്ഡ് OEM യൂണിറ്റ് ആണ് ഈ നന്ദനം ഇൻഡസ്ട്രീസ്. ഞങ്ങൾ ഒരു ക്ലോസ് അസോസിയേഷനിലാണ് ഫുൾ പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ഹൗസ് ഓണർ ഞങ്ങളെ വിളിക്കാനും കോണ്ടാക്ട് ചെയ്യാനും ഇങ്ങനെ ചെയ്യിക്കാനും ഒക്കെ വന്നത്. ഇത് നമ്മുടെ WPC ഫ്ലോറസ്റ്റാർ WPCയുടെ ഒരു ബെസ്റ്റ് എക്സിബിറ്റഡ് ഹോം ആണിത്. അതായത് അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഈ ജനലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുട്ടനാട് വെള്ളവും ഈർപ്പവും ഒക്കെ ചെതലും ഒക്കെ ഒരുപാട് ഉള്ള ഏരിയയിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് ഈ ഫ്ലോറസ്റ്റാർ WPC. അതിന് നമ്മൾ ഫ്ലോറസ്റ്റാർ WPC വിത്ത് സ്റ്റീൽ ബാർ
കോംബോ സ്റ്റെയിൻലെസ് സ്റ്റീൽ. കാരണം ഈർപ്പം വന്നാൽ തുരുമ്പ് വരരുത്. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ചെറിയ ലാഭം നോക്കി നമ്മൾ സേവ് ചെയ്താൽ ലോങ് റണ്ണിൽ നമുക്ക് നഷ്ടം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അത് വളരെ പെർട്ടിക്കുലർ ആയിട്ട് ചിന്തിച്ച് ചെയ്ത കാര്യങ്ങളായിട്ട്. അപ്പൊ ഇത് തുരുമ്പിന്റെ പ്രശ്നം വരത്തില്ല, ജനലിന്റെ ഈർപ്പത്തിന്റെ ഒരു പ്രശ്നം. ഈ ജനലിന് ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. യാതൊരു വിഷയങ്ങളും ഇതിനുണ്ടാകുകയില്ല. ഉണ്ടായാൽ ഞങ്ങൾ ഫുള്ളി റെസ്പോൺസിബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിന്റെ സൈസ് ഒക്കെ എങ്ങനെയാ? നമുക്ക് ഈ പ്രൈമിന്റെ ഒക്കെ 4.5 2.5 സൈസിലാണോ ഇത് വന്നിരിക്കുന്നത്? സുരേഷ് പറയും ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്. സുരേഷ് ആച്ചി. 4 നമ്മള് ജനൽ ഫ്രെയിംസ് ചെയ്തിരിക്കുന്നത്. ഷട്ടർ 30 mm തിക്നെസ്സിലുള്ള പ്ലാറ്റിന ഗ്രേഡ്, ഫ്ലോറസ്റ്റയുടെ പ്ലാറ്റിന ഗ്രേഡ് മെറ്റീരിയലാണ്. വീടിന്റെ അകത്തേക്ക് വന്നാല് ഇത് ഇന്റീരിയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതെങ്ങനെയാ നമ്മള് ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇത് ഇന്റീരിയർ ശരിക്കും നന്ദന ഇൻഡസ്ട്രീസ് ഫ്ലോറസ്റ്റ് അല്ല ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും ജോർജ് സാർ നമ്മുടെ ബിൽഡർ തന്നെ ചെയ്തേക്കുന്നത്. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നതും WPC മെറ്റീരിയൽസ് ആണ്. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് WPC ആണ് ബെസ്റ്റ് സ്യൂട്ടഡ് മെറ്റീരിയൽ. അപ്പൊ അത് ഇപ്പൊ നമുക്ക് നോക്കിയാൽ WPCയുടെ ഫ്ലൂട്ടഡ് പാനൽസ് ഉണ്ട്, പിന്നെ PVC ബോർഡ്സ് ഉണ്ട്, അതും നമ്മുടെ പ്രോഡക്ട്സുകളാണ്. ബാക്കി അങ്ങനെ ഇത് ലാമിനേറ്റ് ചെയ്തെടുക്കുന്ന എടുത്തേക്കാണ്. കുറെയൊക്കെ നമ്മൾ പെയിന്റഡ് വേർഷൻസ് ആണ്. പെയിന്റഡ് കൊണ്ട് ലാമിനേഷൻ ഉണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ TV യൂണിറ്റ് ആണെങ്കിലും നമ്മള് നമ്മുടെ വാൾ പാനൽ WPCയുടെ വാൾ പാനൽ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതും മറ്റേ മാർബണേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ഷീറ്റാണ്. ലാമിനേറ്റ് ചെയ്തിരിക്കുക. അതങ്ങനെ തന്നെ വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഉണ്ടല്ലോ, ഇത് നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ. ഇതിനകത്തും WPCയുടെ വർക്ക് വന്നിട്ടുണ്ട്. WPCയുടെ നമ്മൾ ഫ്ലൂട്ടഡ് പാനൽസ് വെച്ചിട്ടാണ് അതിന്റെ ബോർഡറിങ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് മറ്റേ വാൾ ടൈൽസ് ബാക്ക് ഡ്രോപ്പ് കൊടുത്തേക്കുന്നു. വാൾ ടൈല്. ഈ വീടിന്റെ ഓണർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാറിന്റെ പേര് എങ്ങനെയായിരുന്നു? എന്റെ പേര് ജോൺസൺ. മാഡത്തിന്റെ പേര്? ജയമോള്. ഓക്കെ. നമ്മൾ ഈ വീടിനെ പറ്റി നോക്കുമ്പോഴേ ഇതിനകത്ത് നമ്മൾ ജോയിനറി ഐറ്റംസ് എല്ലാം ഈ WPCയിലാണല്ലോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, ഫ്ലോറസ്റ്റ WPC. നമ്മൾ എന്തുകൊണ്ടാണ് അതിലേക്ക് വരാനുള്ളൊരു, എന്തുകൊണ്ട് അങ്ങനെ വന്നത്? മെയിനായിട്ട് നമ്മുടെ ഈ കഴിഞ്ഞ വലിയ വെള്ളപ്പൊക്കമാണ് കാരണം. അതായത് എന്റെ പഴയ വീടുണ്ടായിരുന്നു, അത് മുഴുവൻ തേക്കുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഇവിടെ തന്നെയായിരുന്നു. എങ്കിൽ പോലും അതായത് വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 90% തേക്കും ഡാമേജ് ആയി, തേക്കായിട്ട് പോലും. അപ്പൊ ആ ഒരു കേസിൽ ഞാൻ ഒത്തിരി നാളിലുള്ള ഒരു സെർച്ചിങ്ങിന്റെ ഫലമായി ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത്, അപ്പൊ അതായത് ഈ സ്റ്റീൽ ഡോറുകൾ ഞാനൊരു 3-4 ഫാക്ടറികളുടെ ഒത്തിരി ഫാക്ടറികളിൽ പോയി കണ്ടിരുന്നു. സ്റ്റീൽ ഡോറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് റെസ്റ്റ് വരാൻ ചാൻസ് കൂടുന്നു. അപ്പൊ ആ കാരണത്താൽ ഞാൻ അത് ഒഴിവാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൂടുതലായിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് WPCയിലേക്ക്, ഞാൻ യൂറോപ്പിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് WPCയെ കുറിച്ച് കൂടുതലായിട്ട് അറിയായിരുന്നു. അവിടെയൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ത്യയിലെ ലെവലിൽ വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കമ്പനികൾ സെർച്ച് ചെയ്തു. അപ്പൊ ഒരു ടോപ്പ് 5 കമ്പനികൾക്കകത്തുനിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു ഫ്ലോറസ്റ്റ എന്ന് പറയുന്ന WPC ടോപ്പ് 5-നകത്തുണ്ട്. അപ്പൊ അതിന് ഞാൻ സപ്ലിമെന്റ് അതിന്റെ ഇന്ത്യയിലെ ഡീലറുമായിട്ട് നോക്കി. അപ്പോഴത്തേക്ക് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. അവരുടെ മാനേജറുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരെല്ലാവരും സപ്പോർട്ടും തന്നു. അപ്പൊ അവരുടെ ഷോറൂമിന്റെ കാര്യങ്ങളും തന്നു. പിന്നെ അത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ അതിന്റെ മെയിൻ കാരണം അവിടെ ഞങ്ങൾ ഒരു ചെറിയൊരു WPCയുടെ ഒരു വുഡ് പീസ് എടുത്തിട്ട് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് 24 hour വെച്ചു. അതായത് ഒരു 1% പോലും ആ വെള്ളം ആഗിരണം ചെയ്തതായിട്ട് കണ്ടില്ല അതിനകത്ത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാണ് വേറെ ചെതലിൽ പിടിക്കുന്നില്ല, വെള്ളം പിടിക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് കളർ പെയിന്റ് ചെയ്യാൻ സാധിക്കും. അതായത് വുഡിന്റെ അത് ഏത് ഫിനിഷ് വേണം. ഇപ്പൊ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മുടെ വീടിന് ഏത് വേണോ ആ കളറിലേക്ക് നമുക്ക് പെയിന്റ് ചെയ്യാൻ സാധിച്ചു. ഇപ്പം തേക്കെങ്കിൽ തേക്ക്, ബാക്ക് ഡോറുകളിൽ ഈട്ടിയുടെ കളർ ഇട്ടു. അപ്പൊ ഏത് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പിന്നെ ഈ ഒരു നന്ദൻ ഇൻഡസ്ട്രീസിന്റെ കയ്യിൽ നിന്നാണല്ലോ നമ്മളിത് വാങ്ങിയത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് അവരുടെ ഒരു എങ്ങനെയാണ് അവരുമായിട്ടുള്ള പാർട്ണർഷിപ്പ് ഒത്തിരി നല്ലതായിരുന്നു. കാരണം ഞാൻ വിദേശത്ത് നിന്ന് കോൺടാക്ട് ചെയ്തെങ്കിൽ പോലും അവരപ്പം തന്നെ റിപ്ലൈ ചെയ്യുകയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരുടെ മാനേജർമാർ വല്ലെന്നുണ്ടെങ്കിൽ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉടൻ തന്നെ സൈറ്റിൽ എത്തുകയും പിന്നെ പ്രോംപ്റ്റ് ടൈമിൽ തന്നെ അവർ ഡെലിവറി, അതായത് വിതിൻ 1 വീക്ക് കൊണ്ട് അവർ പറഞ്ഞ ടൈമിൽ തന്നെ ഫിനിഷ് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പറയുന്ന ഡിസൈനിൽ അവര് എല്ലാം ചെയ്തു തന്നു. മാഡത്തിന്റെ ഒരു അഭിപ്രായം എങ്ങനെ WPC വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോർസും വിൻഡോസും ഒക്കെ എങ്ങനെയുണ്ട്? WPCയെ പറ്റി ഞങ്ങൾ യൂറോപ്പിലാണ് താമസിക്കുന്നത്. പക്ഷെ അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയായിരുന്നു ഓൺലൈൻ സെർച്ചിലൂടെയൊക്കെ. ഇവിടെ വന്നത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പം വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് വി ആർ വെരി ഹാപ്പി.
ഓക്കെ, സന്തോഷം. നമ്മൾ ഇതിനകത്ത് ചുരുക്കി പറയുന്നത് WPC കൊണ്ട് ഏത് തരത്തിലുള്ള ഇന്റീരിയർ വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാം അല്ലേ? തീർച്ചയായിട്ടും തടി എവിടെല്ലാം ഫെയിൽ ആകുന്നു അല്ലെങ്കിൽ തടി ഉപയോഗിക്കാൻ പറ്റത്തില്ല അവിടെ എല്ലാം നമുക്ക് WPC ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രാഫ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ചെയ്യാം. അപ്പൊ ഈ വീട്ടിലൊരു 90% WPC തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹൗസ് ഓണർ തന്നെയാണ് ഫുൾ സെലക്ഷൻ. അവർക്ക് WPC തന്നെ മതി ചെയ്തു, അവർ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഞങ്ങളുടെ ഈ സന്തോഷം. ഓക്കെ. അപ്പം WPC പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഷോറൂമിൽ ചെന്നിട്ട് അതുപോലെ വർക്ക്ഷോപ്പിൽ ചെന്നിട്ടും ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. WPC എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, ഫ്ലോറസ്റ്റ WPC പറ്റി കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീടിന്റെ ഇന്റീരിയറും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡോർസ്, വിൻഡോസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും WPC, ഫ്ലോറസ്റ്റ WPC പറ്റി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.